ഹലോ. നമ്മളെന്നും വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു അടുക്കളയല്ലേ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തന്നെ. ഇങ്ങനെയും ചില ദിവസങ്ങളുണ്ട് കേട്ടോ. ചില ദിവസങ്ങൾ രാത്രിയിൽ നമ്മളൊന്നും സെറ്റ് ചെയ്യാണ്ടൊക്കെ കിടന്ന് ഉറങ്ങത്തില്ലേ. ഇന്ന് രഞ്ജിത്തിനും പോണായിരുന്നു രാവിലെ, പിള്ളേർക്കും പോണായിരുന്നു. അതിന് ശേഷമുള്ള ഒരു അടുക്കളയാട്ടോ ഈ കാണുന്നത്. എടുക്കണ പാത്രങ്ങൾ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ കഴുകി ആ പാത്രത്തിൽ തന്നെ അടുത്ത കറികൾ ഉണ്ടാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ ദിവസങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക്. ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണം തോന്നും ഓടി ഓടി കിടന്ന് ഓരോ പണികൾ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ പതുക്കെ ഒന്ന് ഡിലേ ആക്കും. അതാണ് ഇങ്ങനെ വലിച്ചു വാരി എല്ലാം കിടക്കണത്. മനുഷ്യനെല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ. നമുക്ക് ക്ഷീണങ്ങളൊക്കെ കാണുമല്ലോ. പ്രായം കൂടി കൂടി വരുമല്ലേ. ഇതൊന്നും കൂടാണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് ഓൺലൈനിൽ. അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കലും സത്യം പറഞ്ഞാൽ ഒരു 23 സെക്കൻഡ് അല്ലെങ്കിൽ 25 സെക്കൻഡ് ഉള്ള റീലായിരിക്കും. പക്ഷെ അതിന് നല്ല എഫേർട്ട് നമ്മൾ ഇട്ടിട്ട് തന്നെയാവണം. സമയമെടുത്ത് ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ വെച്ച് കണ്ട് സമാധാനപരമായിട്ട് ഓരോന്ന് ചെയ്തെടുത്ത് തീർക്കുമ്പോൾ ഓരോ സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പം എനിക്ക് ഇത്ര സമയം കിട്ടാനുള്ള കാരണം ഞാൻ ജിമ്മിൽ പോക്ക് ഇപ്പോൾ 2 മാസമായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചേക്കും കേട്ടോ. പോയി തുടങ്ങണം. അതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും സമയം കാണത്തില്ല. ഭയങ്കര ബിസി ഷെഡ്യൂളായിരിക്കും എനിക്ക് പിന്നെ. എനിക്ക് അങ്ങനെയുള്ള ദിവസങ്ങളും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒന്നും ആലോചിക്കാനും ഒന്നിനും സമയമില്ലാണ്ട് നമ്മൾ ചടപട ചടപടാന്നും ചെയ്യണേ. എല്ലാ പണികളും ഒതുക്കി തീർത്ത് കുറച്ച് നേരം ഇരുന്നൊരു സിനിമയൊക്കെ കണ്ടപ്പോഴത്തേന് പിള്ളേർ വരണ സമയമായി. മീനാക്ഷിയും ശിവാനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ന്യൂഡിൽസ്. ഞാൻ നമ്മുടെ പാക്കറ്റ് ന്യൂഡിൽസ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വീട്ടിലമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോതമ്പ് പൊടി വെച്ച് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണേ. കുറച്ചും കൂടെ ചെറിയ അച്ചായിരുന്നെങ്കിൽ ഇത്രയും വലുത് വേണ്ടായിരുന്നു. കുറച്ച് എൻ്റെ കയ്യിൽ ചെറിയ അച്ച അവൈലബിൾ അല്ല. അതുകൊണ്ടാട്ടോ നമ്മൾ ഇത്രയും വലുത് നോക്കി ഉണ്ടാക്കി കൊടുത്തത്. തിളച്ച വെള്ളത്തിലേക്ക് ഗോതമ്പ് പൊടി സേവാനാഴിയിൽ കറക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ബാക്കിയെല്ലാം സാധാ ന്യൂഡിൽസ് ഉണ്ടാക്കണ പോലെ തന്നെ. എൻ്റെ കയ്യിൽ മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗരം മസാലയും മീറ്റ് മസാലയൊക്കെ വെച്ചാട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് ഹെൽത്തി ആണല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.